ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ റീന വി ജോർജ്. ഞാൻ ഹയർ സെക്കൻഡറിയിൽ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ആളാണ്. എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആണ്. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് PSC, UPSC, ബാങ്ക് എക്സാംസ് ഇങ്ങനെയുള്ള എക്സാമിനേഷൻസിൻ്റെ മാത്സ് സിലബസ് ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ഐഡിയാസ് ക്ലിയർ ആയിട്ട് മനസ്സിലാകാനായിട്ട് ക്ലാസ്സുകൾ ഉപകരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും സജഷൻസും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. ഇന്ന് നമ്മൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസിൻ്റെ പാർട്ട് 6 ആണ്. ഇത് ഈവൺ നമ്പേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, അതായത് അഖണ്ഡസംഖ്യകൾ, ഒറ്റസംഖ്യകൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഇന്നത്തെ ക്ലാസ് ഇരട്ടസംഖ്യകളെ കുറിച്ചാണ്. ഇരട്ടസംഖ്യകൾ എന്താണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് 2, 4, 6, 8 അങ്ങനെ അനന്തമായി നീളുന്ന ഇരട്ടസംഖ്യകളാണ്. ഇതിൽ സ്മോളസ്റ്റ് ഈവൺ നമ്പർ, പോസിറ്റീവ് ആയിട്ടുള്ള സ്മോളസ്റ്റ് ഈവൺ നമ്പർ 2 ആണ്. ലാർജസ്റ്റ് ഈവൺ നമ്പർ ഇൻഫിനിറ്റി ആണ്, നമ്മൾ കണ്ടതാണ്. പിന്നെ അടുത്തടുത്ത രണ്ട് ഇരട്ടസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. ഓക്കെ, ഇനി ഇതിലുള്ള ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ചെറിയ എക്സാമ്പിളിൽ നിന്ന് തുടങ്ങുകയാണ്. ഫൈൻഡ് ദ തേർഡ് ഈവൺ നമ്പർ, മൂന്നാമത്തെ ഈവൺ നമ്പർ. അപ്പോൾ നമുക്കറിയാം 2, 4, 6 എക്സെട്ര അങ്ങനെ പോവുകയാണ് അല്ലെ. അപ്പൊ മൂന്നാമത്തെ ഈവൻ നമ്പർ 6 ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ ഇത് അതിലേക്ക് എത്താം, അപ്പൊ തേർഡ് ഈവൻ നമ്പർ എന്താണ് എന്ന് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാനുള്ള എളുപ്പമാർഗം 2n എന്നുള്ള ഒരു ഫോർമുല ഉപയോഗിക്കുകയാണ്. n എന്ന് പറയുന്നത് ഇവിടെ 3 ആണ് ഉദ്ദേശിക്കുന്നത്. n = 3. അപ്പൊ 2n എന്ന് പറയുമ്പോൾ 2 × 3 6. ആ 6 ആണ് തേർഡ് ഈവൻ നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നോക്കുക, 15th ഈവൻ നമ്പർ എത്രയാണ്? 15th ഈവൻ നമ്പർ 2 × 15 അല്ലെങ്കിൽ 2n എന്ന് പറയുന്നത് ഇവിടെ 2 × 15 ആണ്. n 15 ആണ്. ഇപ്പൊ 2n എന്ന് പറഞ്ഞാൽ 2 × 15, ദാറ്റ് മീൻസ് 30. അപ്പൊ 30 അല്ലെങ്കിൽ 30 ആണ് 15ാമത്തെ ഇരട്ടസംഖ്യ. മനസ്സിലായോ? അപ്പോ 100ാമത്തെ ഇരട്ടസംഖ്യ എത്രയായിരിക്കും? 2 × 100 അല്ലെങ്കിൽ 2 × 100, 200 ആണ്. 150ാമത്തെ ഈവൻ നമ്പർ, 150th ഈവൻ നമ്പർ 2 × 150, അത് 300 ആണ് അല്ലെ. അപ്പൊ 500ാമത്തെ ഈവൻ നമ്പർ എത്രയാണ്? 2 × 500, 1000 ആണ്. ഓക്കെ, അപ്പൊ 2n ആണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. n എന്ന് പറയുന്നാൽ ക്വസ്റ്റ്യനിൽ എത്രാമത്തെ ഈവൻ നമ്പർ എന്ന് ചോദിച്ചാൽ അതാണ് n. അപ്പൊ 2n ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്തത് നോക്കുക. മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ഹിയർ അപ് ടു 6? 6 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? നമുക്കറിയാം ഇവിടെ 2, 4, 6 അല്ലെ. 6 വരെ, അതായത് സ്റ്റാർട്ടിങ് 2 ആണ്. 2ൽ നിന്ന് തുടങ്ങി 6 വരെ 3 ഇരട്ടസംഖ്യകളാണ് ഉള്ളത്. ഇവിടെ എത്ര ഇരട്ടസംഖ്യകളുണ്ട്? 3. ആ 3ലേക്ക് എങ്ങനെ നമുക്ക് എത്താം എന്നുള്ളതാണ് ഇവിടെ. അതായത് അപ് ടു 6 എത്രയാണ്? ഇവിടെ n 6 എന്ന് എടുക്കുക. നമുക്കറിയാവുന്ന അതാണ്. ചോദ്യത്തിൽ എന്താണ്? ഈവൻ നമ്പേഴ്സ് അപ് ടു 6 ആണ്. അപ്പൊ 6 ആണ് നമുക്ക് അറിയാവുന്നത്, അത് n ആണ്. അപ്പൊ 6ൽ നിന്ന് നമുക്ക് 3ലേക്ക് എത്തുക, അതായത് n/2 ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. അപ്പോൾ ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ഹിയർ അപ് ടു 6? അപ്പോൾ 6/2 3. അപ്പൊ 3 ഈവൻ നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ. 2, 4, 6. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2, 4, 6, 8 എക്സെട്ര 38. അപ്പൊ 38 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? അപ്പൊ നമ്മളിപ്പോ കണ്ടതുപോലെ തന്നെ n എന്ന് പറയുന്നത് 38 ആണ്. അപ്പൊ 38/2 19 ഈവൻ നമ്പേഴ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല n/2 ആണ്. ഇനി നമുക്ക് പെട്ടെന്ന് സംശയം തോന്നുകയാണ്, എങ്ങനെയാണ് ആ ഫോർമുല? പെട്ടെന്നൊരു കൺഫ്യൂഷൻ, 2n ആണോ n/2 ആണോ? അപ്പൊ നമ്മൾ ഈ ചെറിയ എക്സാമ്പിൾ എടുക്കുക. മനസ്സിലായോ? ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ അപ് ടു 6? ഇപ്പൊ 38 വരെയുള്ളതാണ്. അപ്പൊ
അപ്പൊ 6 വരെ എത്രയാ? 3 ഈവൻ നമ്പർ ആണ്, നമുക്കറിയാം 6/2 ആണ്. ദാറ്റ് മീൻസ് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എടുക്കാം 38/2 19. ഓക്കെ, ഇനി 2 4 6 8 എക്സെട്ര 180 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 180/2 അല്ലെ? 90 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? നമ്മൾ ഈ 3 എടുക്കുന്നത് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ പെട്ടെന്ന് ചെക്ക് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയാണ്. ഇതിൽ നിന്ന് എങ്ങനെ ഫോർമുലയിലേക്ക് എത്താം. ഓക്കെ, ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? നമുക്ക് അറിയാം, ഇവിടെ നമുക്ക് അറിയാവുന്നത് 3 ഇരട്ട സംഖ്യകൾ അല്ലെ? അപ്പൊ n3 ആണ്. സം എന്താണ്? സമ്മിന്റെ ഫോർമുല n × n+1. ഓക്കെ, n × n+1. അപ്പൊ എത്ര വരും? 3 ഇരട്ട സംഖ്യകളുടെ തുക 3 × 3 + 1. അപ്പൊ 3 × 4 12. ഓക്കെ, തുക 12 ആണ്. ഇതൊന്ന് ചെക്ക് ചെയ്തേ, വെരിഫൈ ചെയ്യാം നമുക്ക്. 2 4 6 സം എത്രയാ? 4 2 6 6 12 12 ആണ് അല്ലെ? അതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ 3 ഇരട്ട സംഖ്യകളുടെ തുക 3 × 4 അല്ലെങ്കിൽ n × n+1. തുക എന്ന് പറയുന്നത് n × n+1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ സം ഓഫ് 19 ഈവൻ നമ്പേഴ്സ്. 19 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? അപ്പൊ നമ്മൾ ഇവിടെ എന്താ? 19 ഈവൻ നമ്പേഴ്സ്. അപ്പൊ n 19 ആണ്. n × n+1 ആണ് തുക. 19 × 19 + 1 എന്ന് പറഞ്ഞ് 20. 19 × അടുത്ത സംഖ്യ 20. 19 × 20 കാണുക, അത് 380 ആണ്. ഫൈൻഡ് ദ സം ഓഫ് 99 ഈവൻ നമ്പേഴ്സ്. നമ്മൾ കണ്ടു ഫൈൻഡ് ദ സം ഓഫ് n ഈവൻ നമ്പേഴ്സ് എന്താണ്? n × n+1 അല്ലെ? അപ്പോ 99 ഈവൻ നമ്പേഴ്സിന്റെ സം 99 × 100, അത് 9900. ഓക്കെ, അത് ഓർത്ത് വെക്കുക. n ഇരട്ട സംഖ്യകളുടെ തുക n × n+1. ഓക്കെ, അടുത്തത് അത് തന്നെ, നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് ആണ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n × n+1. n-ന്റെ വില 71 ആണെങ്കിൽ, അതായത് 71 ഇരട്ട സംഖ്യകളുടെ തുകയാണ് കാണേണ്ടതെങ്കിൽ ഉടനെ നമുക്ക് എടുക്കാം 71 × 72. ഓക്കെ, അത് 5112 എന്ന് കാണാം. ഇനി n 65 ആണെങ്കിൽ, അതായത് 65 ഇരട്ട സംഖ്യകളുടെ തുക 65 × 66 4290. 81 ഈവൻ നമ്പേഴ്സിന്റെ സം എന്താണ്? അപ്പൊ സം 81 × 82. ഓക്കെ, n-ന്റെ വില ഇവിടെ 81 ആണ്. 6642 ആണ് ആൻസർ വരിക. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ സം 2 + 4 + 6 + എക്സെട്ര up to 30. 30 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സം എന്താണ്? അതാണ് ഇതിന്റെ അർത്ഥം അല്ലെ? 2 + 4 + 6 + up to 30 എന്ന് പറഞ്ഞാൽ 30 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സം. ഇപ്പൊ ഇവിടെ 30 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും n ഇവിടെ എടുക്കുക? ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? ഇത് n ഇരട്ട സംഖ്യകളുടെ തുകയാണ്. ഇവിടെ 30 ഇരട്ട സംഖ്യകളുടെ തുകയല്ല ചോദിച്ചിരിക്കുന്നത്, 30 വരെയുള്ളതാണ്. അപ്പൊ 30 വരെ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കണം. അപ്പൊ 30 വരെ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ചെയ്തു. 30 n എടുത്താൽ n/2 ആണ്. ദാറ്റ് ഈസ് 30/2. 15 ഈവൻ നമ്പേഴ്സ് ആണ് ഈ 2 മുതൽ തുടങ്ങി 30 വരെയുള്ളത്. ഓക്കെ, അപ്പൊ സം ഓഫ് 15 ഈവൻ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഒരു ഫോർമുല കണ്ടു, n × n+1. n ഇവിടെ 15 ആണ്. അപ്പൊ 15 × 15 + 1 16 = 240. 15 × 16 240 വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സം 2 + 4 + 6 + എക്സെട്ര +100. അപ്പോൾ 100 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സം ആണ്, സ്റ്റാർട്ടിങ് ഫ്രം 2. ഇപ്പൊ നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് ഇവിടെ എന്താണ്? 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ്. ദാറ്റ് മീൻസ് n/2 = 50. അപ്പൊ 50 ഈവൻ നമ്പേഴ്സിന്റെ സം ആണ് നമുക്ക് കാണേണ്ടത്. അതെന്താണ്? 50 × 51, അതായത് 2550 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. How many consecutive even numbers should be added to get 420?
ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 420? അപ്പോൾ ഏറ്റവും ചെറിയ ഇരട്ടസംഖ്യയായ 2 മുതൽ തുടങ്ങി എത്ര ഇരട്ട സംഖ്യകൾ ആഡ് ചെയ്താൽ 420 കിട്ടും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ സം ഇവിടെ എന്താണ്? 420 ആണ് അല്ലെ? 420 എന്ന് പറയുന്നത് എന്താണ്? ഇരട്ട സംഖ്യകളുടെ തുകയാണ്. നമുക്കറിയാം അതിന്റെ ഫോർമുല n × n+1 ആണ്. അപ്പൊ n × n+1 ഈക്വൽ ടു 420. ഓക്കെ, അപ്പോ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ n² + n = 420 എന്ന് വരും. ഓക്കെ, അതായത് n² എന്ന് പറയുന്നത് എപ്പോഴും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? n ഒരു ഇരട്ട സംഖ്യയാണ് ഇവിടെ അല്ലെ, ഹോൾ നമ്പർ ആണ്. അപ്പൊ n² എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിന്റെ കൂടെ n കൂട്ടുമ്പോഴാണ് 420 കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു ഈസി വേ കാണാം. അപ്പൊ n² എന്ന് പറയുന്ന പെർഫെക്റ്റ് സ്ക്വയറിന്റെ കൂടെ n കൂട്ടുമ്പോഴാണ് 420 കിട്ടുന്നത്. ഇവിടെ 420നേക്കാൾ ചെറിയ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് n² അല്ലെ. n² is less than 420. അപ്പൊ 420നേക്കാൾ ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ, തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ 400 ആണ്, നമുക്കറിയാം. അപ്പോൾ ഇവിടെ n² നമുക്ക് 400 എന്നെടുക്കാം. n² 400 ആയാൽ n എന്ന് പറയുന്നത് 20 ആണ്. ഇതൊരു ഈസി മെത്തേഡ് ആണ്. അതായത് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 420 എന്ന് ചോദിച്ചാൽ 420ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുക, അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അടുത്ത എക്സാമ്പിൾ നോക്കിയ സം ഇവിടെ 240. അതായത് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 240 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ സം തന്നിരിക്കുന്നത് 240 ആണ്. അതായത് n² + n എന്ന് പറയുന്നത് 240 ആണ്. 240ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 225. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 15 എന്ന് കിട്ടും. അപ്പൊ 15 ഇരട്ട സംഖ്യകളുടെ തുകയാണ് 240 എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്കത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സം 930. അപ്പൊ 930യേക്കാൾ ചെറിയ തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ 900 ആണ്. അപ്പൊ n² = 900. അതിന്റെ സ്ക്വയർ റൂട്ട് വർഗമൂലം 30 ആണ്. അപ്പൊ n എന്ന് പറയുന്നത് 30 ആണ്. അതായത് 30 ഇരട്ട സംഖ്യകളുടെ തുകയാണ് 930. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സം = 650. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. സം എന്ന് പറയുന്നത് n² + n ആണ്. അതായത് n × n+1 എന്ന് പറയുന്നത് 650 ആണ്. അതായത് അത് എക്സ്പാൻഡ് ചെയ്യുന്നത് നമുക്ക് n² + n = 650 എന്നാണ് വരുന്നത്. അതായത് 650ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 625 ആണ്. അപ്പൊ n² 625 ആണ്. അതിന്റെ വർഗമൂലം 25 ആണ്. അപ്പൊ ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുകയാണ് 650. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ഈ ടൈപ്പ് ഇരട്ട സംഖ്യകളിൽ നിന്ന് സാധാരണ LDC, LGS അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന്, മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനെല്ലാം ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് മോഡലായിട്ട് നമുക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ഫൈൻഡ് 250th ഈവൻ നമ്പർ. അതായത് nth ഈവൻ നമ്പർ. nth ഈവൻ നമ്പർ ഏതാണ്? നമ്മൾ ഫോർമുല പഠിച്ചു, 2n അല്ലെ. അപ്പൊ n ഇവിടെ 250 ആണ്. 2 × 250 500. അതാണ് നമ്മളുടെ ആൻസർ. അപ്പൊ 500 എന്ന് പറയുന്നതാണ് 250ാമത്തെ ഈവൻ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ഹിയർ അപ് ടു 800? 800 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? നമ്മളൊരു ഫോർമുല കണ്ടതാണ്, n/2 ആണ്. അപ്പൊ 800/2 400 ആണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 70 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ഫൈൻഡ് ദ സം ഓഫ് 70 ഈവൻ നമ്പേഴ്സ്. നമ്മൾ നേരത്തെ കണ്ടതാണ് n ഈവൻ നമ്പേഴ്സിന്റെ തുക, 70 ഇരട്ട സംഖ്യകളുടെ തുക. n ഈവൻ നമ്പേഴ്സിന്റെ തുക n × n+1. അപ്പൊ n × n+1 ആണ് ഇവിടെ ആൻസർ വരിക. അതായത് 70 × 70 + 1 71. 70 × 71ന്റെ വാല്യൂ കാണുക. അത് ഇവിടെ 4970 ആണെന്ന് കാണാം. ഓക്കെ,
നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നമുക്ക് 4970 സെലക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 3660? ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 3660? അപ്പോ നമ്മൾ എടുക്കുന്നു n ഇരട്ട സംഖ്യകളുടെ തുകയാണ് 3660. ഇവിടെ സം എന്താ തന്നിരിക്കുന്നത്? 3660 ആണ്. നമുക്കറിയാം n ഇൻറ്റു n പ്ലസ് 1 ആണ് സം. അപ്പൊ n ഇൻറ്റു n പ്ലസ് 1 ഈക്വൽ ടു 3660. n എന്ന് പറയുന്നത് എന്താ? നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ 3660ന്റെ തൊട്ടു താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുക. അത് 3600 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് 60. അപ്പൊ നമുക്ക് ആൻസർ ഓപ്ഷനിൽ നിന്ന് എന്തെടുക്കാം? 60. മനസ്സിലായോ? 60 ഇരട്ട സംഖ്യകളുടെ തുകയാണ് 3660. നമുക്ക് ഈവൻ നമ്പേഴ്സിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളെ കുറിച്ച് കൂടുതൽ വിശദമായ ഒരു പഠനം നടത്താം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.